ഇങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, മേയറാക്കും അതുകൊണ്ട് മത്സരിക്കണം എന്നുള്ളൊരു പ്രോമിസ് ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളത് മാം പൂർണ്ണമായിട്ട് സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് മാമിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നാണ്. ഭാരതാംബയോട് കുറച്ചുകൂടി ഒരു സ്നേഹം തോന്നുന്നത് കൊണ്ടാണ് ഞാനും ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു പ്രചോദനമാണ്, ഒരു ശക്തിയാണ്. ബാത്റൂം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, ന്യായീകരണമുണ്ട്. പക്ഷെ ഈ കാണുന്ന ഡോക്യുമെന്റ്സ് ഇവിടെയൊക്കെയാണ് ശരിക്കും പേപ്പറൊക്കെ വെക്കേണ്ടത്. പക്ഷെ മാമിന് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ശ്രീലേഖ എന്ന് പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥ, അങ്ങനെ ഒരു ആളെ BJP തിരുവനന്തപുരത്തേക്ക് മത്സരാർത്ഥിയായിട്ട് നിർത്തി അന്ന് മുതൽ തുടങ്ങിയ വിവാദമാണ്. ഓരോ ദിവസവും മാമിന്റെ പേര് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാം ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്നത് BJP മാമിനെ തഴഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പ്രതികരണം. മാമിന്റെ ഇന്റർവ്യൂ തന്നെ കിട്ടിയിട്ടുള്ള ചെറിയൊരു ബൈറ്റാണ് വിവാദത്തിലേക്ക് പോയിരിക്കുന്നത്. എന്താ തോന്നുന്നു ഈ വാർത്തകളൊക്കെ? ഇത് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട്. അവര് ഞാൻ പറയുന്നത് എന്ത് വിവാദമാക്കും, പറഞ്ഞില്ലെങ്കിൽ അതും വിവാദമാക്കും. ആക്ച്വലി സംഭവിച്ചത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു തുറന്ന സംഭാഷണമായിരുന്നു ഞാനും ആ പെൺകുട്ടിയും തമ്മില്. കേരള വിഷൻ ചാമ്പ്യൻറ്റോ ആണത്. അപ്പൊ ആ കുട്ടി വന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയുള്ള കുറച്ച് ഉത്തരങ്ങളും ഞാൻ പറഞ്ഞു. അതിനകത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, എനിക്ക് തൃപ്തിയാണ്, എനിക്ക് നീരസമില്ല, എനിക്ക് വിഷമമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്, സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, മേയറാക്കും അതുകൊണ്ട് മത്സരിക്കണം എന്നുള്ളൊരു പ്രോമിസ് ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിച്ചു ചോദിച്ചപ്പോ. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള സകലർക്കും അറിയാം. ഈ ആൾക്കാരെല്ലാവരും പലവട്ടം എന്നോട് ചോദിച്ചതാണ്. ആരും നിശ്ചയിച്ചിട്ടില്ല, ഞാനും നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ മത്സരിക്കണം ആഗ്രഹമില്ലാതിരുന്ന ഞാൻ മത്സരിക്കാൻ തന്നെ തയ്യാറായത്. പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ പാർട്ടിക്ക് അത് മാറ്റേണ്ടി വന്നു. അത് ഒരു സമവായം വേണമല്ലോ, പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കേന്ദ്ര നേതൃത്വം ഒക്കെ ആയിട്ട് സംസാരിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വേറൊരാളുടെ പേര് ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചു. ഞാനത് പറഞ്ഞു, ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു, ഞാനും കൂടെ ചേർന്നത് ആണ്, അംഗീകരിച്ച് രാജേഷ് മേയറായതും ഒക്കെ. അതിനൊരു കുഴപ്പം എനിക്കില്ല, അപ്പോഴും തോന്നിട്ടില്ല, ഇപ്പോഴും തോന്നിട്ടില്ല. അത് പറഞ്ഞതിലാണ് അത് ഇത്രയധികം വിവാദം ഇപ്പൊ ആക്കിയിരിക്കുന്നത്. ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു റെസ്റ്റ്, അതായത് മാമിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നുള്ള തീരുമാനത്തിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സമീപിക്കുന്നത്, നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അതായത് മാം പൂർണ്ണമായിട്ട് സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് മാമിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നാണ് ചില ആളുകൾ പറയുന്നത്. അതിനെങ്ങനെയാണ്? അത് ബുദ്ധിമുട്ടല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ അതൊരു ചോയ്സ് ആയിട്ട്. കാരണം എന്റെ കാഴ്ചപ്പാടി ഭാരതത്തിനെ മുഴുവനും ഒരു വികസനത്തിലേക്ക് നയിച്ചതും ഭാരതം ഇത്ര നല്ല പോലെ മുന്നിട്ട് നിൽക്കുന്നതും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അപ്പൊ ലോകം മുഴുവൻ ഇങ്ങനെ കേരളം ഷൈൻ ചെയ്ത് നിൽക്കുമ്പോ, കേന്ദ്രം, നമ്മുടെ രാജ്യം, ലോകം മുഴുവൻ ഇങ്ങനെ ഭാരതം ഉയർന്നു നിൽക്കുമ്പോ നമുക്ക് കേരളത്തിൽ മാത്രം അത് പുറകോട്ട് പോകുന്നതിന്റെ വിഷമം എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്, രംഗത്തും എടുത്തത്. പക്ഷെ 1.5 വർഷം കൊണ്ട് ഞാൻ ഇത്രയധികം പുരോഗമിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല, അങ്ങനെ ആഗ്രഹവും ഇല്ലായിരുന്നു. അപ്പൊ കേരളത്തിന്റെ ഉപാധ്യക്ഷയായിട്ട് നിയമിച്ചപ്പോൾ തന്നെ ഞാൻ അത് ഞെട്ടിപ്പോയ ആളാണ്. ഞാൻ ഇത്ര പെട്ടെന്ന് ഉപാധ്യക്ഷയാക്കോ വേണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അതിൽ പ്രവർത്തിച്ചു. പക്ഷെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭരണസമിതി ഉണ്ടാകണം, കൗൺസിൽ ഉണ്ടാകണം. 45 വർഷത്തെ ഒരു അഴിമതി നിറഞ്ഞ ഒരു ദുർഭരണം മാറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭരണം വരണം എന്ന ആഗ്രഹം തീവ്രമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് കൗൺസിലറായിട്ട് മത്സരിച്ച് ഇങ്ങനെ ഒരു നേട്ടം നമുക്ക് നേടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് സഹകരിച്ചതാണ്. അപ്പൊ മേയർന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നെങ്കിലും അത് മാറാതിരിക്കാം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അന്നും പത്രക്കാരോട് തുറന്നൊന്നും പറയാതിരുന്നത്. പിന്നെ അവസാനം ഇങ്ങനെ ഒരു സമവായത്തിലൂടെ ഒരു മാറ്റം വന്ന VV രാജേഷ് എന്നെക്കാളും ഒരുപാട് അനുഭവസ്ഥനാണ്, ഒരുപാട് അനുഭവ സമ്പന്നനാണ്. കോർപ്പറേഷനിൽ തന്നെ ഒരു 5 വർഷം ഇരുന്നു. അതിന് മുമ്പായിട്ട് അദ്ദേഹം BJP പാർട്ടിയിൽ 30 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവമുള്ള ഒരു ആള്, ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ വരുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ അതിൽ അംഗീകരിക്കുകയാണ് നിന്നത്. അപ്പൊ അതിലെനിക്ക് വിഷമവും വിഷാദവും ഒന്നുമില്ല. ഞാൻ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇത് വിവാദമാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ച് ഉണ്ടാക്കിയ ഒരു വിവാദം, അത്രേ ഉള്ളൂ.
മാമിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഭാരതാംബയുടെ ഒരു ഫോട്ടോ ആണ്. വേറെ ഒന്നും നമ്മൾ കാര്യമായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ? ഞാൻ രാജ്യസേവനത്തിനായിട്ട് രാഷ്ട്രീയത്തിനുപരിയായി രാഷ്ട്രം നന്നാവണം എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഈ ഗണഗീതം തന്നെ മുഴുവനായിട്ട് ഞാൻ കേട്ടപ്പോ പഠിച്ചെടുത്ത ആളാണ് ഞാൻ. എനിക്ക് മുഴുവനായിട്ട് പാടാൻ അറിയാവുന്നത്. അതുപോലെ നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്നുള്ള പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ എനിക്ക് എപ്പോഴും മാതൃഭൂമിയോടുള്ള നമ്മുടെ നാടിനോടുള്ള സ്നേഹം കുറച്ച് തീവ്രമാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ ചരിത്രം പഠിച്ച ഒരാളായതുകൊണ്ടും ചരിത്രം എഴുതിയാണ് ഞാൻ സിവിൽ സർവീസ് പാസ്സായതുകൊണ്ടും അപ്പൊ നമ്മുടെ ചരിത്രം എന്തുമാത്രം വിപുലമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇതൊക്കെ അല്ലായിരുന്നല്ലോ, ഇതല്ലേ ശരി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സമയം വരുമ്പോ നമുക്ക് കൂടുതൽ നമ്മുടെ അമ്മ ദൈവം എന്ന് പറയുന്ന ഭാരതാംബയോട് കുറച്ചും കൂടി ഒരു സ്നേഹം തോന്നുന്നത് കൊണ്ടാണ് ഞാനും ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു പ്രചോദനമാണ്, ഒരു ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ, സേവനം ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഒരുപാട് പേര് പരാതിക്കാരെക്കാളും കൂടുതലായിട്ട് സഹായം ഉള്ളവരാണ് തേടിയാണ് വരുന്നത്. അപ്പം പെൻഷൻ, വിധവ പെൻഷൻ തേടി വരുന്നുണ്ട്. പരാതികൾ വരുന്ന അപ്പപ്പോ തീർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ റോഡിന്റെ കാര്യത്തില്, ഡ്രെയിനേജിന്റെ കാര്യത്തില്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തില്, അതുപോലെ കൊതുകിന്റെ പെസ്റ്റിന്റെ കാര്യത്തിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ തെരുവ് നായ്ക്കളുടെ ശല്യം വലുതായിട്ട് വന്നിട്ടില്ല. അപ്പം ബാക്കി എല്ലാ കാര്യത്തിലും ഒപ്പം സ്ട്രീറ്റ് ലൈറ്റിന്റെ ആണെങ്കിലും റോഡിന്റെ വികസനം, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആണെങ്കിലും റോഡ് കുട്ടി ഒലിക്കുന്നതും ഡ്രെയിനേജിന്റെയും പിന്നെ കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തൃപ്തിയുണ്ട് മനസ്സിന്. ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യ ദിവസം കയറി വരുമ്പോ ഈ ജനൽ പോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ മാം വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ മാക്സിമം വൃത്തിയാക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയായി. അതായത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്ന കാര്യങ്ങളായിരുന്നു, എന്നിട്ട് പോലും ചെയ്യാതിരുന്ന പലയിടങ്ങളിലും വൃത്തിയാകുന്നു. എങ്ങനെയുണ്ട് ഈ ഓഫീസിന്റെ ഒരു ചുറ്റുപാട്? എങ്ങനെയുണ്ട് ഇപ്പൊ ജോലി ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാർ തന്നെ പറഞ്ഞു ഈ അന്തരീക്ഷത്തിലായിരുന്നു മുന്നേ ഇരുന്നിരുന്നത്, ഇതുപോലും വ്യത്യാസമായിട്ട് തോന്നുന്നു. കാരണം സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് സ്പേസ്. ഇവിടെ ഉണ്ടായിരുന്ന കുറെ കസേരകൾ ഞാൻ എടുത്ത് വെളിയിലിട്ടു. അത് ആളുകൾ വരുമ്പോ ഇരിക്കാൻ സൗകര്യത്തിനും വേസ്റ്റ് അവിടെ കൂട്ടി വെക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞത് കൊണ്ട് അത്രയും സ്ഥലവും കൂടെ നമുക്കിപ്പോ പാർക്കിങ് അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യും. പിന്നെ വീണ്ടും വാതിൽ ജനല, ഈ ജനൽ എനിക്ക് ഇപ്പോഴും തുറക്കുന്നതിനൊരു പ്രയാസം, നല്ല ശബ്ദമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു AC ഒക്കെ വെച്ച് മുറിയൊക്കെ അടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അത് പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ ഞാനിപ്പോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഈ അന്തരീക്ഷം മതി. ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാം. നമ്മളെ വിവാദ ഓഫീസിന്റെ അവസ്ഥ, ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന ബാത്റൂമിലാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നില്ല, അത് മാറ്റമുണ്ടോ? അതില് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്, ഞാൻ മാറ്റിയിട്ടില്ല. കാരണം നോക്കിക്കോട്ടെ, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം, മാം ഒരു സ്ത്രീയാണ്, നമുക്കത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാള് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ബാത്റൂം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, ന്യായീകരണം ഉണ്ട്. പക്ഷെ ഈ കാണുന്ന ഡോക്യുമെന്റ്സ് ഇവിടെയൊക്കെയാണ് ശരിക്കും പേപ്പറൊക്കെ വെക്കേണ്ടത്. പക്ഷെ മാമിന് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചെറിയ സൗകര്യങ്ങൾ കുറവാണെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ ഇത്തരത്തിൽ ഓരോന്നായിട്ട് മുന്നോട്ട് വരികയാണ്. ഇനി മുന്നോട്ടേക്ക് തിരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്, അങ്ങനെ പല തിരഞ്ഞെടുപ്പുകൾ വരുന്നു. മാം ഇനിയൊരു തിരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുന്നുണ്ടോ? തിരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? തൽക്കാലം ഇല്ല. പക്ഷെ തിരഞ്ഞെടുപ്പിൽ ഞാൻ BJP പാർട്ടിയുടെ കൂടെ പൂർണ്ണമായിട്ട് നിൽക്കും. സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായിട്ട് ഞാൻ പോകും. ആരാണോ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അവരുടെ കൂടെ തന്നെ അവരെ വിജയിപ്പിക്കാനുള്ള സർവ്വവിധ പ്രവർത്തനവും എന്റെ ഉണ്ടാവും. കാരണം ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം അതാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഭരണവും കൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാല് കേരളം പോലും ഇംപ്രൂവ് ചെയ്യുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഭരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്റെ പരിശ്രമം എപ്പോഴും ഉണ്ടാവും.